പേര് രാജു MJ. ഞാൻ മിൽമയിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. HR വിഭാഗം ഹെഡാണ്. ഇവിടെ ഈ വീട് വരുന്നത് മഞ്ഞൂറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഇൻറ്റീരിയർ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വിവിധ യൂട്യൂബ് വീഡിയോകളൊക്കെ കാണുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒരു കോൺട്രാക്ടർ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയായിട്ട് ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് കൂടി ആലോചിച്ച് ചെയ്യണമെന്നായിരുന്നു ആദ്യമായി മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു ഷോർട്സ് കാണാനിടയായി. അപ്പോൾ ആ ഷോർട്സിൻ്റെ ഇടയിൽ, അതായത് അത് നിലവിൽപ്പുഴ ഉള്ള ഒരു വീടിൻ്റെ ഒരു ഷോർട്സ് ആയിരുന്നു. അതിൻ്റെ എൻഡിൽ ടീക്കോ ഇൻറ്റീരിയേഴ്സ് പടിഞ്ഞാറത്ര എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനത് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ നമ്പർ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പാർട്ടീനെ കോൺടാക്ട് ചെയ്തപ്പം മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു ആളാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ എന്ന് മനസ്സിലായി. 2 ദിവസം കൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ചെയ്ത വർക്ക്, അതായത് ഇവിടെ അടുത്ത് ചെന്നലോട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടെല്ലാം ചെയ്യുന്നത് ആ നിലവിൽപ്പുഴ ആ ഏരിയ, മാനന്തവാടി ആ ഏരിയയിലാണ്. അത് കൂടാണ്ട് അദ്ദേഹം താഴെ വടകര ഭാഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ ഏരിയയിൽ കുറവാണ്. അപ്പോൾ ചെയ്ത വർക്ക് നേരിട്ട് പോയി കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഞാനും എൻ്റെ വൈഫ് ഇപ്പം നിലവിൽ മേരിമാതയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു, ഗസ്റ്റ് ലെക്ചറാണ്. അപ്പോൾ ഞങ്ങൾ 2 ആളെയും കൂട്ടി അദ്ദേഹം നിലവിൽപ്പുഴയുള്ള ഒരു വീട് അവിടെ കൊണ്ടുപോയി കാണിച്ചു തരികയുണ്ടായി. അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു ഇൻറ്റീരിയർ അവരുടെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ആഗ്രഹത്തിനോട് യോജിക്കുന്ന രീതിയിലാണ് അത് ചെയ്തതെന്നുള്ളത് നമുക്ക് ആ ഒരു ഇതിൽ മനസ്സിലായി. പിന്നെ മാത്രമല്ല, ഇദ്ദേഹം ടീക്കോയിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള മുജീബ് ക വളരെയധികം ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് നമുക്ക് ആ ഒരു ഇൻട്രാക്ഷനിലൂടെ അന്ന് തന്നെ തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോവുകയും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണോ നമ്മുടെ ആവശ്യം, റിക്വയർമെൻറ്റ്, അത് കൃത്യമായിട്ട് അദ്ദേഹം നോട്ട് ചെയ്തെടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന അദ്ദേഹം ഫ്രീലാൻസർ ആയിട്ടുള്ള, അതായത് ബോംബെ, ഡൽഹി മുതലായുള്ള സ്ഥലങ്ങളിലുള്ള ഇൻറ്റീരിയർ ചെയ്യുന്ന ഡിസൈനേഴ്സിനെ കൊണ്ടാണ് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഞാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. സ്പെസിഫിക്കേഷൻസ് എന്താണ്, മെറ്റീരിയൽ ക്വാളിറ്റി എന്താണ്, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് എന്താണ് മുതലായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് പറഞ്ഞു, ആദ്യം നമുക്ക് സാറിന് ആവശ്യമുള്ള രീതിയിൽ ഒരു ഡിസൈൻ ആദ്യം ചെയ്യാം. അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഞാൻ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് പ്രകാരം ഡിസൈൻ ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അയച്ചു തന്നപ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ സാധാരണ പറയുക. അപ്പോൾ ആ ആദ്യത്തെ ഇതിൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലവിൽ ഇവിടെ കണ്ടതിൽ നിന്ന്, അതായത് ഈ ഏരിയയിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ നമ്മൾ ഒത്തിരി യൂട്യൂബ് വീഡിയോ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് കണ്ടത്. എന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങളൊന്നുമില്ല, സിംപ്ലിഫൈഡ് ആണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് അതിൽ നിന്ന് മനസ്സിലായി. അപ്പം ഞാൻ സാധാരണഗതിയിൽ എൻ്റെതായ രീതിയിൽ കുറേ കസ്റ്റമൈസേഷൻ കൊണ്ടുവരാറുണ്ട്. ആ ഡിസൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അതിനകത്ത് കസ്റ്റമൈസേഷൻ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ അതിനോട് എഗ്രി ചെയ്തു. പിന്നെ വർക്കിന്റെ സമയത്ത് ചെറിയ ചെറിയ കളറിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതാക്കി, എന്താണോ ആ ഡിസൈനിലുള്ളത് അതിനകത്ത് അണുവിടെ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന്റെ വർക്കേഴ്സും
വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മറ്റേ ചെയ്യുകയുണ്ടായി. ഇപ്പം ഇവിടെ ഈ കാണുന്ന രൂപക്കൂടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ എന്താണോ ആ ഡിസൈനിലുള്ള അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്തിരിക്കുന്നതൊന്നും ഇങ്ങോട്ടേക്കും വ്യത്യാസമില്ലാത്തൊരു രീതിയിലാണ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിനോടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇടപഴകാം, മറ്റേ കാര്യങ്ങൾ അത്രയും ശ്രദ്ധാപൂർവം കേൾക്കും. പിന്നെ എനിക്കിവിടെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്ത വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരുന്നു. അവർ വളരെ കൃത്യമായിട്ട് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. പിന്നെ അത് സ്വാഭാവികമായിട്ടും ഇവിടെ ഫംഗ്ഷന് വന്ന എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ആരാണ് ചെയ്തതെന്ന് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും, അതായത് ഇപ്പം എൻ്റെ ഫാദറുണ്ട്, മദറുണ്ട്, വൈഫ്, 2 കുട്ടികൾ, ഞങ്ങൾ ഈ ഒരു ഇത്രയും പേരടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം. അപ്പോൾ അതിനകത്ത് എല്ലാ ആൾക്കാർക്കും ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവരൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സജസ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. അപ്പോൾ അത് തന്നെ ടീക്കോ ഇൻറ്റീരിയേഴ്സിനോടും അതേപോലെ തന്നെ മുജീബ് ഖാനോടും ഈ നമ്മുടെ ഫാമിലീൻ്റെ ഒരു നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. താങ്ക് യു.